ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇപ്പോഴും നിൽക്കുന്നത് ചെന്നൈയിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് AGT പാർക്ക് ഹോട്ടൽ, AGT ടീ, പിന്നെ കൂടുതലൊക്കെ അദ്ദേഹം പറയും, ഇതിൻ്റെയൊക്കെ ഓണറായ AG തോമസ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഒരു തമാശക്കൊരു പേര് വിളിക്കുകയാണ്. അദ്ദേഹം ബിസിനസ്സിൽ സൈലൻറ്റ് സിംഹമാണ്. അതെന്താണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് സാറിനോട് സംസാരിക്കുമ്പോൾ, സാറിൻ്റെ വിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. സാർ, വെൽക്കം. ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുവാണ് സാറിൻ്റെ ബിസിനസ് വിശേഷങ്ങൾ കേൾക്കുവാൻ. എവിടെയാണ് സാർ ജനിച്ചത്? ഞാൻ ജനിച്ചത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് അടൂരിനടുത്ത് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് ഏനാത്ത് എന്ന സ്ഥലത്താണ് സാർ ജനിച്ചത്. ഓക്കെ. സാറിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ജോർജ്. ജോർജ്. അമ്മ? ഏലിയാമ്മ. ഏലിയാമ്മ. സഹോദരങ്ങൾ? ഞാൻ മൊത്തം 8 പേര്. 8 പേര്. ആ സഹോദരങ്ങളൊക്കെ ഒന്ന് പറയോ? മൂത്ത സിസ്റ്റർ എൽസി ഇവിടെ ഉണ്ട്, ചെന്നൈയിലാണ്. രണ്ടാമത്തെ സഹോദരന് മൂത്ത സഹോദരൻ ജോൺ കോവിഡിൻ്റെ സമയത്ത് മരിച്ചുപോയി. മൂന്നാമത്തെ സഹോദരി ലക്നൗവിൽ, രണ്ടാമത്തെ സഹോദരി കോയമ്പത്തൂർ, അതിനടുത്ത സഹോദരി ഇനിയൊരു സഹോദരി ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഓക്കെ. പിന്നെ അനിയനും ഒരു 8 കൊല്ലം മുമ്പ് അറ്റാക്കിൽ മരണപ്പെട്ടു. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ നഷ്ടപ്പെട്ടു. എനിക്ക് 91 അമ്മ BP പ്രഷർ കൂടിയിട്ട് അമ്മയും മരിച്ചു. സാർ ചെന്നൈയിലെത്തിയിട്ട് എത്ര നാളായി? 40 വർഷത്തോളമാണ്. 40 വർഷമായിട്ട് സാർ ചെന്നൈയിൽ തന്നെയാണ് ബിസിനസ്സിൽ, അല്ലേ? ഇവിടെ ഇപ്പോൾ എന്തൊക്കെ, ഞാനൊന്നൊരു ഇൻട്രഡക്ഷൻ കൊടുത്തു എങ്കിലും സാർ ഒന്നുകൂടി പറയൂ സാറിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ബിസിനസ്സുകൾ. എനിക്ക് തേയില കമ്പനിയാണ് എൻ്റെ മെയിൻ. AGT തേയില. ഞാൻ 87-ലാണ് ഇവിടെ ഈ തേയില കമ്പനി തുടങ്ങുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബിസിനസ്സിന് വലിയ കോട്ടങ്ങളൊന്നും തട്ടില്ല. ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് AGT അങ്ങ് പോവുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ഹോട്ടലേഴ്സും കാറ്ററിംഗ് ടീ ഷോപ്പ് വെച്ചേക്കുന്നവരാണ്. അവരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. ഒരു ദിവസം ഇവിടെ ചെന്നൈയിൽ മാത്രം ഡെയിലി 2000 കിലോ തേയില ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനല്ല, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഞാനതിൻ്റെ പാക്കറ്റ് കണ്ടായിരുന്നു. ആ പാക്കറ്റിൽ സാധാരണ എല്ലാവരും തേയിലയിലൊക്കെ സിനിമാ താരങ്ങളുടെയും അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പരസ്യവും കാര്യങ്ങളും ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്, അല്ലേ? ഇത് സാറിന്റെ മനോഹരമായ ഒരു ഫോട്ടോയാണ് അതിൽ വെച്ചേക്കുന്നത്. ഞാൻ എന്തിനാ ഫോട്ടോ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തേയില ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഇത്രയും നല്ലൊരു ചായ, ഒരു ക്വാളിറ്റി ചായ ഉണ്ടാക്കാനോ അല്ലാതെ കുടിച്ചു നോക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇത് ആരാന്ന് അവരെടുത്ത് നോക്കണം. ആ ഫോട്ടോ ഇത് നോക്കുന്ന പറഞ്ഞാൽ ആ ഫോട്ടോ കാണാൻ അത് ഞാനാ കൊടുക്കുന്നതെന്നുള്ളത് അറിയണം. അത്രയ്ക്ക് വിശ്വാസമാണ് AGT. അത്രയ്ക്ക് വിശ്വാസമാണ്. കാരണം ഞാൻ കൊടുക്കുന്ന ചായ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു നന്ദി അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയുമെന്നുള്ള 100% വിശ്വാസം സാറിനുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടൊരു ഫോട്ടോ കൊടുത്തേക്കുവാണ്. ഞാൻ ആ ഫോട്ടോ കണ്ടു കേട്ടോ. സൂപ്പർ ഫോട്ടോയാണ്, നല്ല ഗ്ലാമർ. എങ്ങനെയാണ് സാർ ഈ തേയില ബിസിനസ്സിലേക്ക് തുടങ്ങിയത്? തേയില ബിസിനസ്സിലേക്ക് തുടങ്ങാനുള്ള കാരണം എൻ്റെ ഫാദർ നാട്ടിൽ തേയില ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പം. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാട്ടിലോട്ട് പോവാം. അപ്പൊ അച്ഛൻ്റെ ആ വിശേഷങ്ങളിലൂടെ വന്നിട്ട് വീണ്ടും നമുക്ക് ചെന്നൈയിലേക്ക് വരാം. അപ്പൊ നോക്കേ, നാട്ടിലെ അച്ഛന് തേയില കച്ചവടമായിരുന്നു ആയിരുന്നു. ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഫാദറിന് തേയില കച്ചവടമായിരുന്നു നാട്ടില്. അപ്പൊ അന്ന് അടൂര് കോട്ടയമാണ് തേയില മാർക്കറ്റ്. എന്ത് പേരെന്തായിരുന്നു തേയിലയുടെ? അന്ന് തേയില പേരില്ല, ഒന്നുമില്ല. ഹോൾസെയിൽ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന തേയില. അതായത് അന്ന് ഇതുപോലുള്ള ബ്രാൻഡുകളൊന്നും ഇല്ല. അന്ന് പിന്നെ എസ്റ്റേറ്റിൽ നിന്ന്, നമ്മുടെ കേരളത്തിലെ എസ്റ്റേറ്റിൽ നിന്ന് അന്ന് കോട്ടയം മാർക്കറ്റ് തേയിലയുടെ, ഇടുക്കി മൂന്നാർ ആ ഭാഗത്തു നിന്നുള്ള തേയിലകൾ കോട്ടയത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അവർ വിൽക്കുക ചെയ്യുന്നത്, ഹോൾസെയിലേഴ്സിന് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് പോയി തേയില വാങ്ങിച്ച് എല്ലാ ആഴ്ചയിലും പോകും. തിങ്കളാഴ്ച ദിവസം കോട്ടയത്ത് പോകും വാങ്ങാൻ. പോയിട്ട് അവിടുന്ന് തേയില വാങ്ങിച്ച് TVS ബുക്ക് ചെയ്ത് അടൂർ കൊണ്ടുവന്ന് ഇറക്കും. അടൂരേ ഉള്ളൂ TVS, അതിനകത്ത് നിന്ന് TVS നിർത്തുന്നില്ല. അപ്പോൾ അടൂരിൽ നിന്ന് പിന്നെ മാട്ടുവണ്ടി, കളവണ്ടിയുണ്ട്. ഈ കളവണ്ടിയെ കയറ്റി ഞങ്ങളവിടെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യും. പല തരത്തിലുള്ള തേയിലകളായി വരുന്നത്. അത് അവിടുന്ന് ബ്ലെൻഡ് ചെയ്ത് ഡെയിലി പാക്ക് ചെയ്ത് 4-5 പേരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ പരിസരങ്ങളിലുള്ള
10-15-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ ഏരിയയിലും ഓരോരുത്തരെ വിടും. അങ്ങനെ ഒരു 3-4 പേരുണ്ട് സപ്ലൈ ചെയ്യാൻ, സൈക്കിളിലാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ സാറിനെ അച്ഛൻ തന്നെയാണ് തേയിലേക്ക് ആകർഷിപ്പിച്ചത്. അപ്പൊ നാട്ടിലെങ്ങനെ തേയില കച്ചവടമൊക്കെ വിറ്റ് നടന്നിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എങ്ങനെയാണ് ചെന്നൈയിലേക്ക് എത്തപ്പെട്ടത്? ചെന്നൈയിൽ എത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. 82-ലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മെയ് മാസം ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കലിൻ്റെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ ഫാദർ യാദൃശ്യമായിട്ട് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഓ. ഫാദർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തകളൊക്കെ ഭയങ്കരമായിട്ട് ഇനി എങ്ങനെ ജീവിക്കും, ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ച് ഒരു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ. അപ്പോൾ ആ സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബിസിനസ്സൊക്കെ കുറവാണ്. കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ആദായം എടുക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം നമ്മൾ ഒരു 10 ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് കൂലി കൊടുക്കണം. ആ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ നമ്മൾ അച്ഛൻ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഇനി നമുക്ക് താങ്ങും തണലുമായിട്ട് അച്ഛനില്ല. ഇനി നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാലിൽ നമ്മളായിട്ട് തന്നെ തീരുമാനം എടുക്കണം. എത്രാമത്തെ വയസ്സിലായിരുന്നു തിരിച്ചറിവുണ്ടായത്? ആ തിരിച്ചറിവുണ്ടായത് 17-ാമത്തെ വയസ്സിൽ. നല്ല പ്രായം. മധുര 17-ൽ ആ തിരിച്ചറിവ് കിട്ടി. നേരെ കയറി ചെന്നൈയിലേക്ക്. ഞാൻ ഒറ്റക്ക്. അല്ല, എൻ്റെ മൂത്ത സഹോദരി അളിയനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാദർ മരിച്ചു കഴിഞ്ഞ് 1 വർഷം ഞാൻ നാട്ടിൽ തന്നെ നിന്നു. കുറച്ച് കൃഷികളും കാര്യങ്ങളും കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ടാപ്പിംഗ് ചെയ്യുന്ന പരുവത്തിലായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ടാപ്പിംഗ് ഒക്കെ തുടങ്ങി എല്ലാം ഒന്ന് ശരിയാക്കി മറ്റുള്ള കുട്ടികളെ പഠിക്കാനുള്ള അവർക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിലേക്ക് വരുമ്പോൾ എന്തുണ്ടായിരുന്നു കയ്യിൽ? ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. 10 രൂപയുമായിട്ട് ചെന്നൈയിൽ വന്നത്. ഒരു ഐസ്ക്രീം മേടിക്കാനുള്ള ക്യാഷുമായിട്ടാണ് ചെന്നൈയിലേക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നത്. രൂപയുടെ കഥ കേട്ടാൽ അതിലും വരുന്നത് എന്താണത് പറയും. ഞാൻ സൈക്കിളിൽ ഇങ്ങനെ ചെന്നൈയിൽ വന്നിട്ട് ഒരു സൈക്കിൾ എടുത്ത് ഞാൻ കറങ്ങാനായിട്ട് പോയി. ഒരു നോ എൻട്രിയിൽ കയറി. ഓക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ ചെന്നൈയിൽ വന്നൊന്നും അറിയില്ല. നോ എൻട്രിയിൽ സൈക്കിൾ കൊണ്ട് കയറിയാൽ ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിലായിരുന്നു നോ എൻട്രി. ഒരു പോലീസുകാരൻ എന്നെ പിടിച്ച് സൈക്കിളും കൂടെ കൊണ്ടുവന്ന് സ്റ്റേഷനകത്ത് കൊണ്ടു നിർത്തിയിട്ട് കയ്യിലെന്തോ ഉണ്ടെന്ന് 1 വേ ഇവിടെ വന്ന് കേസ് തരണം, പിന്നെ പേടിപ്പിച്ചു. കയ്യിലെന്തോ ഉണ്ടെന്ന് ചോദിച്ചു. 10 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചേച്ച് എന്നെ പറഞ്ഞു. ആ 10 രൂപ കൊണ്ട് ഉപകാരപ്പെട്ടു. വലിയൊരു കേസിൽ നിന്ന്, വലിയൊരു സൈക്കിൾ കേസിൽ നിന്നും നമ്മൾ 18-ാമത്തെ വയസ്സിൽ അന്ന് 10 രൂപ കൊടുത്തു. അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു? അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യം പോയിട്ട് എൻ്റെ അളിയൻ്റെ കൂടെ വന്ന് നിൽക്കുകയും അളിയൻ എന്ന ബേക്കറി ചായക്കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 വർഷം അളിയൻ്റെ കൂടെ ബേക്കറിയിൽ നിന്നു അല്ലേ? അളിയൻ്റെ ബേക്കറിയിൽ നിന്നു. പിന്നെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതും ബേക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതും അതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുന്നത്, അതിൻ്റെ കണക്ക് നോക്കുന്നത്, കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2 വർഷം പെങ്ങളുടെ സഹോദരിയുടെ വീട്ടിൽ താമസിച്ച് അവിടെ തന്നെ താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അളിയനാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തത് നമ്മുടെ നല്ല പ്രായത്തിൽ അല്ലേ? നല്ല പ്രായത്തിൽ. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇന്ന് ചെന്നൈ നഗരം, അത് മാത്രമല്ല തമിഴ്നാട് മൊത്തം അറിയപ്പെടുന്ന ഒരു ആയി മാറി AGT. എൻ്റെ പേര് തമിഴ്നാട്ടിലെ ഞാൻ ഓപ്ഷൻ ബയറാണ്. തമിഴ്നാട്ടിലും അസാമിൽ നിന്ന് തേയില വാങ്ങിച്ചാലും അവിട്ടിരിക്കുന്ന ബയേഴ്സ് നോക്കിയിരിക്കുക. കഴിഞ്ഞ ആഴ്ച 50,000 കിലോ തേയില വാങ്ങിച്ചു. ചെന്നൈയിൽ 50,000 കിലോ ഒരുമിച്ച് ഓപ്ഷനിൽ വാങ്ങിക്കുന്ന ബയർ ആരാണ്? അതാണ് ഞാൻ പറഞ്ഞത്, സൈലന്റ് സിംഹം എന്ന് പറയുന്നത്. വളരെ സൈലന്റ് ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. 2000 മാർച്ചിൽ ക്ലോസിംഗ് ടൈമാണ്. മാർച്ചിൽ അവർക്ക് ഫാക്ടറിയിൽ നിന്ന് വരുന്ന തേയിലയെല്ലാം ക്ലോസ് ചെയ്യും. ഏപ്രിലിൽ പുതിയ അക്കൗണ്ട്. അന്ന് ഞാൻ ഇവിടുന്ന് ആസാമിൽ പോയി ഓപ്ഷനിൽ. അന്ന് ഇതുവരെ ഓൺലൈനിലല്ല, ഡയറക്റ്റ് ഓപ്ഷനിൽ പോയിട്ട് 250 ടണ്ണ് തേയില ആ ലേലത്തിൽ ഇരുന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടിരുന്നു. അന്ന് അവിടെ ഇരുന്നവരെല്ലാം ഞാൻ തിരിഞ്ഞു നോക്കുന്നു. ഇനി നമുക്ക് ഫാമിലിയിലേക്ക് പോവാം. നമ്മളെ കല്യാണം എന്ന് പറഞ്ഞ മഹാസംഭവം എന്നായിരുന്നു? മഹാസംഭവം 94. അപ്പൊ തേയില കച്ചവടമൊക്കെ നടത്തി അങ്ങ് കാശുകാരനായിരുന്നു. ഒരു ടോപ്പ് ലെവലിൽ വന്നപ്പോഴാണ് കല്യാണാലോചന അല്ല, എനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള തോന്നി. നമുക്കൊരു ഉന്മേഷം വേണ്ടേ? കല്യാണം കഴിക്കണമെന്നൊരു താല്പര്യം തോന്നി തന്നെ. അപ്പൊ അതുവരെ വീട്ടിലെ പ്രശ്നങ്ങളെ സഹോദരമാരുടെ കല്യാണം, അനിയന്റെ ഒക്കെ നമ്മൾ നടത്തി കൊടുത്തു. അപ്പൊ അതെല്ലാം ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം സോൾവ് ആയി. അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരു ഇനിയിപ്പോ നമ്മുടെ കാര്യം നോക്കണമല്ലോ. എവിടെ നിന്നായിരുന്നു കല്യാണം കഴിച്ചത്? കല്യാണം കൊട്ടാരക്കര അടുത്ത് തന്നെയാണ്, അടൂർ അല്ലേ? പന്തളം കൊട്ടാരക്കര. പലരും ഞാൻ കല്യാണം ആലോചിക്കും. വൈഫിന്റെ പേരെന്താണ്? മിനി.
മിനി വിവാഹം എന്ന് പറഞ്ഞ മംഗളകർമ്മം നടന്നു. അവർ ഒരു എതിർപ്പും പറഞ്ഞില്ല നടന്നു. പറഞ്ഞു. അതിൽ വിരിഞ്ഞ കുസുമങ്ങൾ എത്ര പേര്? 3 പേരല്ലേ? എന്താ പേരൊക്കെ? മൂത്തത് 2 പേരും മോളാണ്. മൂത്ത മോള് ജസ്റ്റിന തോമസ്. എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു. ഈ ഹോട്ടലിന്റെ GM ആണ്. അപ്പൊ ഉത്തരവാദിത്തം മകള് കൊടുത്തു. ഇതിന്റെ ഉത്തരവാദിത്തം നമ്മൾ അച്ഛനെ ഏൽപ്പിച്ച പോലെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തം കുറച്ച് ഹോട്ടലിന്റെ ഫുൾ ഇൻചാർജ് മോളാണ് നോക്കുന്നത്. രണ്ടാമത്തെ മോള് MD റേഡിയോളജിക്ക് ഇപ്പോഴും ഈ വർഷം ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹാപ്പി. അവരൊക്കെ നല്ല എല്ലാ ഉത്തരവാദിത്തത്തിൽ തന്നെ അല്ലേ? MBBS കഴിഞ്ഞ് ഇവിടെ തന്നെ ചെട്ടിനാട് മെഡിക്കൽ കോളേജിൽ MDക്ക് റേഡിയോളജി ഏറ്റവും പ്രയാസമുള്ള ഒരു കോഴ്സാണ്. എങ്കിലും NRI കോട്ടയിൽ കിട്ടി. മൂന്നാമത്തെ മോനാണ് അല്ലേ? മോന്റെ പേര് ജോർജ്. എന്റെ ഫാദറിന്റെ പേര് തന്നെയാണ് ഞാൻ ഇട്ടത്. അച്ഛന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മോനി അച്ഛന്റെ പേര് തന്നെ. അച്ഛന്റെ പേര് തന്നെ ഞാൻ എന്റെ മോൻ ജോർജ്. അപ്പോൾ ഇനി ഇതുപോലെ വ്യവസായ ആഗ്രഹങ്ങളുമായി വരുന്ന യുവതലമുറക്ക് സാറിന്റെ എന്തുപദേശമാണ് അവർക്ക് നൽകാനുള്ളത്? ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു സ്ഥലത്ത് എത്തിപ്പെടാനുള്ള വിദ്യാഭ്യാസം അല്ല ഇല്ല ഇപ്പോഴേ. അതായത് എൻ്റെ മക്കളെ 3 പേരെ ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഒരു സ്കൂളിലോ കോളേജിലോ ഒരു സിലബസ് കൊടുക്കുന്നു, ആ സിലബസ് മാത്രം പഠിക്കുന്നു. സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഒരു തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നോ ഒരു അറിവും ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കില്ല. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഈ എന്താ പറയുക AJT ഇനിയും ഉന്മേഷങ്ങൾ പരത്തി ജനങ്ങളിലേക്ക് ഇനിയും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും ഈ ഹോട്ടൽ ഇനി വരുമ്പോൾ ഇതിനേക്കാൾ വലിയ ആഡംബരമുള്ള ഹോട്ടലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങൾ ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ച സാറിനെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.